മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർക്ക് സുഖദർശനത്തിന് അവസരമൊരുക്കിയെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ. സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും മികവ് പുലർത്തിയെന്നും തന്ത്രി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ശബരിമല മകരവിളക്ക് ഉത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിലെ മുഖ്യ തന്ത്രി ശ്രീ കണ്ഠരര് രാജീവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ തീർത്ഥാടനകാലം എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ ഈ തീർത്ഥാടനം വളരെ മനോഹരമായിരുന്നു. കാരണം നല്ലൊരു കോർഡിനേഷൻ എല്ലാവരുമായിട്ടും ഉണ്ടായി. ഇവിടെ ദേവസ്വം ബോർഡ്, ഗവൺമെൻറ്, പോലീസ് എല്ലാം നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണെങ്കിൽ പല ദിവസങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നേതൃത്വം കൊടുത്ത് നടത്തി. ശ്രീജി സാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന വളരെ സുദീർഘമായ സേവനമാണ് ഇവിടെ അനുഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പരാതിയൊന്നുമില്ലാതെ എല്ലാ ജനങ്ങളും ദർശനം കിട്ടുന്നുണ്ട് എല്ലാവർക്കും എന്നുള്ളത് സത്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണമുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ സാറ് അദ്ദേഹം എല്ലാ ദിവസവും അന്വേഷിക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ച് നടത്തുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു തീർത്ഥാടന കാലമായിരുന്നു. മണ്ഡലപൂജ സമയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ സാധാരണഗതിയിൽ മണ്ഡലപൂജയ്ക്കാണല്ലോ പരാതികളൊക്കെ വരാറുണ്ടായിരുന്നു. ഒരു പരാതി ഉണ്ടായിട്ടില്ല മണ്ഡലപൂജയ്ക്ക് എന്നുള്ളത് സത്യമാണ്. ഭംഗിയായിട്ട് തന്നെ നടന്നു മണ്ഡലകാലം. തീർച്ചയായിട്ടും ഇനി മകരവിളക്കൂടൊന്ന് ഭംഗിയായി നടന്ന് കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. ഈ മകരവിളക്കിൻ്റെ ചടങ്ങുകൾ ഇനി എന്തൊക്കെയാണ്? ഇന്ന് പ്രാസാദ ശുദ്ധിക്രിയകൾ നടന്നു. നാളെ ബിംബശുദ്ധിക്രിയയുണ്ട്. 14-ാം തീയതി രാവിലെ 8:55 സംക്രമം. ധനുരാശിയിൽ നിന്ന് മകരത്തിലോട്ടുള്ള സംക്രമം. ആ സമയത്ത് പ്രത്യേക സംക്രമ പൂജയുണ്ട്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്തേങ്ങ സംക്രമ സമയത്ത് അഭിഷേകം നടത്തുന്നുണ്ട് പൂജാമധ്യത്തിൽ. അന്ന് വൈകിട്ട് തിരുവാഭരണ ചാർത്തി ദീപാരാധന. ഇത്രയാണ് മകരവിളക്കിന്. പൊതുവേ മകരവിളക്കിൻ്റെ ഒരുക്കങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഭംഗിയായി ഭഗവാൻ നടത്തി തന്നാൽ മാത്രം മതി. അതെ. ഒരു കാര്യം കൂടി, പ്രാവശ്യം മകനെ കൂടി സന്നിധാനത്തേക്ക് എത്തിച്ചു. അതൊരു സഹായമായി മാറിയോ? അതെങ്ങനെ? മകൻ കൂടി ഇപ്രാവശ്യം എത്തി. മകനാണ് മുഴുവൻ ചാർജ്. ഞാൻ അവനെ സഹായിക്കാമെന്നേ ഉള്ളൂ. അതെ അതെ. ഭാവിയിൽ ദേവദത്തൻ നമ്പൂതിരി ആയിരിക്കും അല്ലേ? ബ്രഹ്മദത്തൻ ആയിരിക്കും തന്ത്രി. അതെ, നമ്മളൊക്കെ പ്രായമായി ഒതുങ്ങേണ്ടതല്ലേ. അതെ അതെ. തീർച്ചയായും നല്ലൊരു തീർത്ഥാടനകാലം പൂർത്തിയാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ശബരിമല തന്ത്രി കണ്ഠരര് ശ്രീ രാജീവർ. ശബരിമല സന്നിധാനത്ത് നിന്നും സജി തറയിലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.